Meet the editors. അന്വേഷണത്തിൽ വേഗം കൂടുമോ എന്നതാണ് ചോദ്യം. നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്നും PR സുനിൽ കൂടിയുണ്ട് ചർച്ചയിൽ. ആദ്യം ഞാൻ ജിമ്മിയിലേക്ക് പോകുന്നു. ജിമ്മി, ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങളായിരുന്നല്ലോ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ആ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ് പരാമർശത്തിലൂടെ. അപ്പോൾ ഇനി അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന് തൊട്ടു പിന്നാലെയാണ് 2 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി അങ്ങോട്ട് വേഗം വയ്ക്കുകയും കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങും എന്നാണോ മനസ്സിലാക്കേണ്ടത്? കോടതിയുടെ പരാമർശം വന്ന് മണിക്കൂറുകൾക്കും 2 അറസ്റ്റ്, അപ്പോൾ വേഗതയായി, അല്ലെങ്കിൽ അങ്ങനെ വേഗതയായി എന്ന് നമ്മൾ ധരിക്കട്ടെ എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും അതുവഴി പോലീസ് സംവിധാനത്തിൻ്റെയും അതുവഴി സർക്കാരിൻ്റെയും നീക്കമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേസമയം വൻ തോക്കുകൾ കുടുങ്ങുമോ എന്ന ചോദ്യം നമ്മൾ കുറേ നാളായുള്ളൂ. പക്ഷേ എൻ്റെ പ്രശ്നം, ആരാണ് ഈ വൻ തോക്ക്? അത് മന്ത്രിയാണോ, തന്ത്രിയാണോ, ഇനി വേറെ ആരെങ്കിലുമാണോ, പുറത്തുള്ള അന്താരാഷ്ട്ര കക്ഷികളാണോ? ഇതുവരെ പിടികൂടിയവരല്ല, അല്ലെങ്കിൽ കോടതി വീണ്ടും ബിഗ് ഗൺസ്. അതെ, ബിഗ് ഗൺസ് എന്ന് കോടതി പറഞ്ഞില്ല. ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്തടത്തോളം കാലം. കോൺഗ്രസിന് അത് മന്ത്രിയാണെന്നും അല്ല തന്ത്രിയാണെന്നും മറുപക്ഷത്തിനൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് അതൊരു ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. പക്ഷേ എന്തായാലും എന്തൊക്കെയോ കൂടുതൽ ആളുകളെ പിടിക്കാനുണ്ട്, അവർ വലിയ ആളുകളാണെന്ന് കോടതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ വൻ സ്രാവുകൾ, ബിഗ് ഗൺസ് എന്ന പ്രയോഗത്തിന് മുമ്പ് പ്രേക്ഷകർ ഓർക്കുമെങ്കിൽ കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആദ്യം കാണുമ്പോൾ വന്ന ആദ്യത്തെ വാർത്ത വൻ സ്രാവുകളുണ്ട്, അവരെ പിടിക്കണമെന്നുള്ളതായിരുന്നു. കോടതി ഇപ്പോൾ 4-5 തവണ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം വേർ ആർ ദ ബിഗ് ഗൺസ് എന്ന മട്ടിൽ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ആരോ ഉണ്ട്, ആരാണെന്ന് നമുക്കറിയില്ല, അത് ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഒരു സംശയം, ഇപ്പോൾ ഉയരുന്ന തർക്കം SITക്ക് ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ളതാണല്ലോ രാഷ്ട്രീയത്തിൽ മുഴുവൻ ചർച്ച. എൻ്റെ തിരിച്ചുള്ള ചോദ്യം, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഏതെങ്കിലും കോടതികളോ നേരിട്ട് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് എല്ലാം പൂർത്തിയാകുമോ? ഈ അന്വേഷണ സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരെ കോടതി ഹാൻഡ് പിക്ക് ചെയ്തതുകൊണ്ട്, ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ഇവിടെ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ADGP H. വെങ്കടേഷാണ്, വലിയ ട്രാക്ക് റെക്കോർഡുള്ള ആളൊക്കെയാണ്. അപ്പോൾ അവരുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട ആളുകളെല്ലാം പിടിക്കപ്പെടുമോ? അതിൻ്റെ ആ സംശയത്തിനുള്ള ആദ്യത്തെ ഉത്തരം ഇന്നലെ കോടതി തന്നു. കോടതിക്ക് തൃപ്തിയില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കാര്യത്തിൽ. അത് പറഞ്ഞു കഴിഞ്ഞു കോടതി, ഇങ്ങനെയല്ല അന്വേഷണം പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ കോടതി നേരിട്ട് മേൽനോട്ടം വഹിച്ചതുകൊണ്ട് ഈ നാട്ടിൽ അന്വേഷണങ്ങളെല്ലാം കൃത്യമായി നടക്കുമോ എന്ന് ചോദ്യത്തിന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വന്നു, ഞങ്ങൾക്കത്ര തൃപ്തിയില്ല. അത് ചിലപ്പോൾ കോടതിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ കരുതിക്കോളൂ. എനിക്ക് പക്ഷേ ചില പഴയ കഥകൾ കൂടി പറയാനുണ്ട്. 2021 പ്രേക്ഷകർ ഓർക്കണം, കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോണിൽ പെഗാസിസ് എന്നൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ഒരു വലിയ കുപ്രസിദ്ധമായൊരു കേസുണ്ട്. അത് സുപ്രീം കോടതിയിലാണ് ഇത് വന്നത്, വളരെ സീരിയസ് ആയി. എന്തായി ആ കേസ്? അതിൻ്റെ നാൾ വഴി ഓർമ്മയുണ്ടോ? അന്ന് ഈ പെഗാസിസ് കേസിൽ സുപ്രീം കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘം ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം വരുന്നത്. ആ ജഡ്ജ് അന്വേഷിച്ച ശേഷം ഇവരുടെയൊക്കെ ഫോണുകളിൽ, പറയപ്പെടുന്ന ആളുകളുടെ പലരുടെയും ഫോണുകളിൽ ഒരു ചാര സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് കണ്ടെത്തി. പക്ഷേ അത് പെഗാസിസ് ആണോ എന്ന് ഉറപ്പില്ല. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്, കോടതി നേരിട്ടാണേ പറഞ്ഞത്, മറന്നു പോകരുത്. അപ്പോൾ സർക്കാരിനോട് കോടതി ചോദിച്ചു, സത്യത്തിൽ പെഗാസിസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇന്നേ വരെ 2020 ശേഷം 4 വർഷം കഴിയുന്നു, ഇന്നേ വരെ സുപ്രീം കോടതിക്ക് മുന്നിൽ വാങ്ങിച്ചെന്നോ ഇല്ലെന്നോ, ഉപയോഗിക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ ഒരു ഉത്തരം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി ഒന്നും ചെയ്തില്ല. സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, 2024 കഴിഞ്ഞ വർഷം അവസാനം ഈ കേസ് സുപ്രീം കോടതി എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം മറക്കാനുണ്ടെങ്കിലല്ലേ ഇതൊക്കെ പേടിക്കേണ്ടതുള്ളൂ എന്ന മട്ടിൽ കോടതിയുടെ ഭാഗത്തൊരു അഭിപ്രായം വന്നു. അപ്പോൾ ആദ്യം ഇപ്പോൾ അങ്ങ് ശരിയായി കളയെന്ന് പറഞ്ഞു തുടങ്ങിയ സുപ്രീം കോടതി 3 വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് തിരിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തേത്, അദാനി സ്റ്റോക്സിനെതിരെ ഇന്ത്യയിൽ ഒരു വളരെ വലിയ സ്ഫോടനമുണ്ടായി 2 വർഷം മുമ്പ്. അത് ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ റിപ്പോർട്ടായിരുന്നു. അന്നും ഇതുപോലെ സുപ്രീം കോടതി നേരിട്ട് ഈ കേസെടുക്കുകയും ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് വരികയും ചെയ്ത ശേഷം സുപ്രീം കോടതി അന്നും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അന്വേഷണ സംഘം അന്വേഷിച്ചു. പ്രഥമ റിപ്പോർട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വി ഹാവ് ഹിറ്റ് ഡിസപ്പിയറിംഗ് വാൾ, അല്ലെങ്കിൽ അൺസീൻ വാൾ എന്നാണ് പറഞ്ഞത്. കാണാൻ പറ്റാത്ത അദൃശ്യമായ ഒരു ഭിത്തിയിൽ തട്ടി ഞങ്ങൾ നിൽക്കുകയാണ്, ഇനി സെബി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സെബിക്ക് പോലും ആ കേസ് ഓർമ്മയുണ്ടെങ്കിൽ അദാനി സ്റ്റോക്കുകൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു, അത് അവിടെയുള്ള ചില ഷെൽ കമ്പനികളിൽ കൂടി കറങ്ങി തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് പണം. ആ കമ്പനി ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സെബിക്ക്, അന്നും പറഞ്ഞിരുന്നു. അവസാനം സെബി റിപ്പോർട്ട് കൊടുത്തു. അതവിടെ നിൽക്കട്ടെ, പക്ഷേ
നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ അനുസരിച്ച് അദാനി കമ്പനികൾക്ക്, അദാനിയുടെ വിവിധ കമ്പനികൾക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റവും അവരുടെ പേർക്ക് ചാർത്താനുള്ള തെളിവില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അന്വേഷണമാണ് സുപ്രീം കോടതിയാണ് നേരിട്ടെടുത്തത്. അപ്പോൾ സുപ്രീം കോടതിയുടെ അന്വേഷണത്തിനുള്ള മേൽനോട്ടത്തിന് ഒരുപാട് പരിധികളുണ്ട്. അന്വേഷിക്കേണ്ട സുപ്രീം കോടതിയല്ല. ജഡ്ജി രാവിലെ വടിയെടുത്തിട്ടോ വൈകിട്ട് ടോർച്ച് കത്തിച്ചോ ചൂട്ടിന് കത്തിച്ചോ അന്വേഷണത്തിന് പോകാൻ പറ്റില്ല. അന്വേഷിക്കാൻ പറയാനേ പറ്റൂ. അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ആളുകൾ അന്വേഷിച്ച് കൊണ്ടുവരുമെന്ന ബോധ്യത്തിലാണ്. അല്ലെങ്കിൽ ആ കോടതിക്ക് മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയാം. അത്രയേ പറ്റൂ. ഇപ്പോൾ ഇവിടെ നാളിതുവരെ മൊത്തം അറസ്റ്റ് എത്രയാ? 9. ഇന്നലെ ഈ കേസിൽ കോടതി SITയെ കുടയുമ്പോൾ അറസ്റ്റ് 7. കേസിലെ പ്രതികൾ 8 അതിൽ ജയശ്രീ മാത്രമാണ് നോട്ട് അറസ്റ്റ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന പ്രതി. ബഹളം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധനെയും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEOയെയും അറസ്റ്റ് ചെയ്തു. എൻ്റെ ചോദ്യം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ളതാണെങ്കിൽ പോലും സുപ്രധാനമായ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ഞാനിവിടെ ആദ്യത്തെ വാദമാണ് പറയുന്നത്. എന്തോ സംഭവമുണ്ട്, ബിഗ് ഗൺസ് ഉണ്ട്, വലിയ തിമിംഗലങ്ങളുണ്ട്, അവരെ പിടിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ താല്പര്യം. പക്ഷേ അങ്ങനെ ഒരു കടലാസ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയുടെ മുമ്പിൽ തെളിവുകൾ എത്തിയാലേ ആ തെളിവുകൾ അനുസരിച്ച് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പറയാം ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കൂ, തിരിച്ചു വന്നിട്ട് ഒന്നും കിട്ടിയില്ല സാർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം കേരള ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തത് സമൂഹത്തിൽ നിന്നല്ല, കേരള പോലീസിൽ നിന്നാണ്. കേരള പോലീസ് കേരള സർക്കാരിൻ്റെ കീഴിലാണ്. ഹൈക്കോടതി പറയുന്നതനുസരിച്ച് ഈ അന്വേഷണമൊക്കെ നടത്തി അവസാനം ഹൈക്കോടതി പറയുന്നത് പോലെ പോയി ചില പ്രധാനപ്പെട്ട ആളുകളെ, സർക്കാരിന് താല്പര്യമില്ലാത്ത ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ കേസ് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകേണ്ടത്? സർക്കാരിൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ? വെച്ചേക്കുമോ? ഒരൊറ്റ ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഉണ്ടായിരുന്നു. നേതൃത്വം പറഞ്ഞതെന്ന് കേട്ടിട്ട് ഗവർണറെ വരെ തടയുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്ത. ഇപ്പം എന്താ? മാതൃസ്ഥാപനമായ കോളേജിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു മനുഷ്യനില്ല കൂടെ. അപ്പോൾ മുകളിലിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ്, യഥാർത്ഥ അധികാരികൾ എങ്ങനെയാണ് എന്നതനുസരിച്ച് അന്വേഷണ സംഘം, ഉദ്യോഗസ്ഥർ എല്ലാവരും പെരുമാറും. അതൊരു പൊതുരീതിയാണ്. അതിന് കേരളത്തിലായാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായാലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നേ. അപ്പോൾ ഞാൻ കോടതി മേൽനോട്ടം ഉണ്ട് എന്നുള്ളത് കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഗോവർദ്ധൻ്റെയും സ്മാർട്ട് ക്രിയേഷൻ CEOയുടെയും അറസ്റ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ അവസാനിച്ചുവെന്നും കരുതുന്നില്ല. ഇതൊരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, അങ്ങനെ തെളിവില്ലെങ്കിലോ? നിങ്ങളീ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ തെളിവില്ലെങ്കിലോ? ഉണ്ടെന്ന് പറഞ്ഞാൽ പോലല്ലോ, തെളിവ് കണ്ടുപിടിക്കണ്ടേ? അല്ലെങ്കിൽ തന്ത്രിയുടെ പേര് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞല്ലോ, തെളിവില്ലെങ്കിലോ? അതുമാവാം. സത്യം നമ്മൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ അഴിമതി നടത്താത്ത രാഷ്ട്രീയക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമേ, രാഷ്ട്രീയ നേതാവ് മാത്രമേ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അഴിമതി കേസ് ഇനിയിപ്പം കേസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ പോലും ഇത് തെളിയിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞതെല്ലാം നടന്നാലും ഇവരൊക്കെ പുല്ലുപോലെ ഊരിപ്പോക്കുന്ന ഒരു സാധ്യതയും ഉണ്ടാവും. പക്ഷേ ഇവിടെ സർക്കാർ നടത്തുന്ന ന്യായം വളരെ തമാശയാണ്. ഈ ആദ്യ ദിവസത്തെ അറസ്റ്റുകളൊക്കെ നടക്കുമ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്? ഞങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്ത ഞങ്ങളുടെ കേരള സർക്കാരിൻ്റെ, നമ്മൾ ഈ ഫ്ലോറിൽ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് അന്ന് എല്ലാവരും പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതി മേൽനോട്ടം ഒരു സംഭവമേ അല്ല, അത് വളരെ സ്വാഭാവികമായി നടക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അന്ന് ന്യായം എന്തായിരുന്നു? അപ്പോൾ കോടതി പിക്ക് ചെയ്താലും കേരള പോലീസാണ് അന്വേഷിക്കുന്നത്. കേരള പോലീസിന് ഒരു മടിയുമില്ലാതെ പത്മകുമാറിനെ വരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഹൈക്കോടതി കുറ്റം പറയുമ്പോൾ പ്ലേറ്റ് നേരെ തിരിക്കുകയാണ്. അത് ഞങ്ങളുടെ പോലീസല്ല, അത് കോടതിയുടെ പോലീസാണ്. ഈ രണ്ട് ന്യായം കൂടെ എങ്ങനെയാണ്? ഒരു മണിക്കൂർ, ഒരു മാസത്തിന് മുമ്പുള്ള ബൈറ്റുകളും മറ്റ് സാധനങ്ങളും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ മറുവാദം കാണാം. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് പക്ഷേ ഒരു പുതിയ എൻട്രി കൂടി ഉണ്ടായിട്ടുണ്ട്. അതാണ് നാടകം കൊഴിപ്പിക്കാൻ പോകുന്നത്. അത് ED ആണ്. ED വരികയും EDക്ക് വേറെ ചില രീതിയിൽ അന്വേഷണം നടക്കുകയും ചെയ്യുമ്പോൾ അതെവിടം വരെ പോകും? അവിടെയും എനിക്ക് സംശയമുണ്ട്. ഇതെല്ലാം പ്രത്യേകം താല്പര്യങ്ങളനുസരിച്ച് വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വളയ്ക്കാവുന്നതാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ വളയ്ക്കാം. ഞാൻ അവരുടെ ഉദ്ദേശബുദ്ധിയെ ചോദ്യം ചെയ്യുകയല്ല, ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പക്ഷേ സാധാരണ രീതിയിൽ അവർക്ക് ചെയ്യുന്നതിന് പരിധികളുണ്ട്, മുകളിൽ നിന്ന് നിർദ്ദേശം വന്നാൽ. ഇപ്പോൾ EDയുടെ കേസിൽ ഒരൊറ്റ കാര്യം പറയാം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വീണയ്ക്കെതിരെ 2017-18 സമയത്താണ് നമ്മുടെ എന്ത് കമ്പനിയായിരുന്നു?
അല്ല, അവരുടെ കമ്പനി എക്സാലോജിക്കിൻ്റെ CMRLൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുമ്പോഴാണ് രേഖകൾ പിടിക്കപ്പെടുന്നത്. കുറച്ച് പണം കൊടുത്തതിൻ്റെ രേഖ 2017-18 2023 വരെ ഈ രേഖകൾ പുറം ലോകം കണ്ടില്ല. അറിയാമായിരുന്നത് IT-ക്കായിരുന്നു, എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് മുഴുവൻ അറിയാമായിരുന്നു, അനങ്ങിയില്ല. അവസാനം ഈ രേഖകൾ ഒരു പത്രം പുറത്തുവിടുമ്പോൾ ആണ് ഇത് ഇനിയിപ്പം ഉണ്ടായിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയും പെട്ടെന്ന് SFIO ചാടി വീഴുന്നു, പല ഇൻവെസ്റ്റിഗേഷൻ വരുന്നു. അപ്പോൾ 5 വർഷം കേന്ദ്ര സർക്കാർ അടയിരുന്ന സംഭവമുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ എന്തോ ഭയങ്കര അന്വേഷണമൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ED വന്നു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും വലിയ പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാം. അതും രാഷ്ട്രീയമാണ്. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൻ്റെ സത്യത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ, യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഒരുപാട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മറികടന്ന് വേണം SITക്ക് പോകാൻ. പല തെളിവുകളും കോടതിക്ക് മുന്നിൽ കൊടുക്കാനുള്ള ധൈര്യമുണ്ടാകണം. ജഡ്ജിക്കും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഇതിൽ ആർക്കാണ് പിഴവ് പറ്റിയത്, ആർക്കാണ് പിഴവ് പറ്റാത്തതെന്ന് നമ്മൾ അറിയാനേ പോകുന്നില്ല. അതാണൊരു വസ്തുത. ഭാഗ്യമുണ്ടെങ്കിൽ അയ്യൻ്റെ സ്വർണം കട്ടതാരാണെന്നും അതെങ്ങനെയാണ് കട്ടതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെ കഴിയുന്ന ഒരു കാലം നമുക്ക് കാത്തിരിക്കാം. പക്ഷെ തൽക്കാലം ഇന്നലെ നടന്ന 2 അറസ്റ്റുകൾ വളരെ വേഗത്തിലുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യം അയ്യപ്പനറിയാം. ശരി, അപ്പോൾ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. സുനിൽ, എന്താണ് തോന്നുന്നത്? ഡൽഹിയിൽ നിന്നുള്ള ഒരു കാഴ്ച എങ്ങനെയാണ്? ഏതായാലും ഹൈക്കോടതിയുടെ ഇന്നലത്തെ വിമർശനത്തോടുകൂടി SITയുടെ അന്വേഷണം കൂടുതൽ ചൂടുപിടിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇതേ ഹൈക്കോടതി തന്നെയാണ് SITയുടെ അന്വേഷണത്തിൽ വലിയ തൃപ്തി പ്രകടിപ്പിച്ചത്, SIT അഭിനന്ദിച്ചത്. ഇപ്പോൾ SITയുടെ അന്വേഷണം വേഗത്തിൽ പോകുന്നില്ല, വൻതോക്കുകൾ എവിടെ എന്നൊക്കെയാണ് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ചോദ്യമുണ്ടായത്. തീർച്ചയായും SITയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ്. സ്വാഭാവികമായും SITയുടെ അന്വേഷണത്തിന് ചൂടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കാം. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശക്തമായ ഇടപെടൽ SITയുടെ നീക്കങ്ങൾക്ക് ഇനി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അത്രമേൽ സർക്കാരിന് കൈപൊള്ളി നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന് അത്രമേൽ വലിയ തിരിച്ചടിയായി നിൽക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ അനാവശ്യമായി ഇടപെട്ടു എന്ന് കോടതിക്ക് തോന്നിയാൽ, കോടതി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം ഉയർന്നാൽ തീർച്ചയായും അത് സർക്കാരിനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് അത് വലിയ പ്രഹരമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം സർക്കാർ നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും SITയുടെ ഇനിയുള്ള നീക്കം എവിടേക്കാണ് എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതേസമയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യവും ഞാൻ സമ്മതിക്കുന്നു. കാരണം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിൽ തന്നെയാണ് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു, അയ്യപ്പന്റെ സ്വർണം അവിടെ നിന്ന് കട്ടുമുടിക്കപ്പെട്ടു. അത് ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണ്, ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പോറ്റിക്ക് സ്വർണം കൈമാറുന്നത് സംബന്ധിച്ച്, സ്വർണ്ണപ്പാളി കൈമാറുന്നത് സംബന്ധിച്ച് നടപടിക്രമങ്ങളിലൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അതെവിടെയാണ്? ജിമ്മി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതെവിടെ പോയി, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ഇനിയൊക്കെ അതൊക്കെ കണ്ടെത്താനിരിക്കുന്നു, അതൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘം പോകും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ വിമർശനം അന്വേഷണ സംഘത്തെ ചൂടുപിടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഇനി അനാവശ്യ ഇടപെടൽ നടത്താതിരിക്കുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചും നല്ലത്. കാരണം ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയും ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ യഥാർത്ഥ പ്രതികളെ ഇനി അനാവശ്യ ഇടപെടൽ നടത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഇതിൽ സർക്കാർ ഇടപെടൽ എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് എന്താണ്? സർക്കാർ ഇടപെടൽ നടത്തുന്നു. നല്ലത് നടത്താതിരിക്കുന്നതാണ് നല്ലത്. സ്വാഭാവികമായും നടത്തരുത്. കാരണം ഒരു കാര്യം, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് തന്നെയാണല്ലോ ഈ അന്വേഷണ സംഘം എന്നത്. പക്ഷേ സർക്കാർ ഇടപെട്ടു ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ വാക്കുകൾ വളച്ചൊടിക്കരുത്. പക്ഷേ അങ്ങനെ ഒരു ഇടപെടൽ നടത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും നടത്താൻ പാടില്ല. നടത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ സംഘം അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് കോടതി പറഞ്ഞത്. അന്വേഷണത്തിൽ സംശയമെന്ന വാക്കുപയോഗിക്കാൻ കാരണം അതാണ്. 12 ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്ത അറസ്റ്റിലേക്ക്. 12 ദിവസം ഗ്യാപ്പ്. ഏതാ? അല്ല, പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം വലിയ നീണ്ട ഗ്യാപ്പ് വരികയാണ്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്തും ആയിക്കോട്ടെ.
എന്തുമായിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് വോട്ടി ഉണ്ടാവാതിരിക്കാം, പക്ഷേ ഇല്ലാതിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ് ശബരിമല എന്നത്. ആ വിഷയം ഗൗരവത്തോടെ തന്നെ സർക്കാർ തിരിച്ചറിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണല്ലോ ഇതുവരെ 9 പേരെ അറസ്റ്റ് ചെയ്യാൻ SIT സംഘത്തിന് സാധിച്ചത്. ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ട എന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരെ നിയമിച്ചതാരാ? ഹൈക്കോടതിയല്ലേ ഓരോ ഉദ്യോഗസ്ഥരെയും നിയമിച്ചത്? സുനിൽ അങ്ങനെ പോവല്ലേ അറസ്റ്റ് ചെയ്യാത്ത 2 പേരുടെ പേരെടുത്ത് കോടതി ചോദിച്ചു. ആ 2 പേരെ അഡ്വക്കേറ്റ് വിജയകുമാറും അത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാര്യത്തിലല്ലേ? അതെ, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാര്യത്തിലല്ലേ? SIT ആണ് തീരുമാനം എടുക്കേണ്ടത്, സർക്കാരാണോ? SIT അല്ലേ തീരുമാനം എടുക്കേണ്ടത്? SIT-യോടല്ലേ ചോദിക്കുന്നത്? സർക്കാരല്ലല്ലോ SIT-യെ നിയന്ത്രിക്കുന്നത്, കോടതിയല്ലേ? കോടതിക്ക് ആവശ്യപ്പെട്ടുകൂടെ അവരെ അറസ്റ്റ് ചെയ്യാൻ? SIT-യോട് ആവശ്യപ്പെടണം കോടതി അവരെ അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ SIT ആവശ്യപ്പെടട്ടെ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു വന്നത് സർക്കാർ ഈ വിഷയത്തിൽ ഒരു അനാവശ്യ ഇടപെടൽ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. കാരണം ഇത് അത്രമേൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായ കേസാണ്. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ ഫലം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയത്തിൽ ജനങ്ങൾക്കുള്ള അതൃപ്തി തന്നെയാണ്. ആ അതൃപ്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മറികടക്കാനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും സർക്കാർ നടത്തേണ്ടി വരും. അതല്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഇരട്ടി തിരിച്ചടി വരും. നോക്കുക, ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കോൺഗ്രസ്, ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് കോൺഗ്രസ് വലിയ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനം പാടിക്കൊണ്ട് പാർലമെന്റ് കവാടത്തിൽ കോൺഗ്രസ് MP-മാർ വലിയ പ്രതിഷേധ ധർണ്ണ നടത്തിയല്ലോ, UDF MP-മാർ. എന്നിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്? കോടതി മേൽനോട്ടത്തിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന്. ഏത് കേന്ദ്ര ഏജൻസി? ഏതാണ് കേന്ദ്ര ഏജൻസി? ആകെ നമുക്കറിയാവുന്ന 2 കേന്ദ്ര ഏജൻസികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിന്നെ CBI-യുമാണ്. നേരത്തെ ജിമ്മി ചൂണ്ടിക്കാണിച്ചല്ലോ, എത്രയോ അന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ട് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ട്. ജിമ്മി 2 കേസുകൾ ചൂണ്ടിക്കാണിച്ചു. മൂന്നാമതൊരു കേസ് ഞാൻ പറയാം, കള്ളപ്പണ കേസ്. കള്ളപ്പണം തിരിച്ചുപിടിക്കാനായി സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം ഉണ്ടാക്കിയില്ലേ? എവിടെയായ അന്വേഷണം? എത്ര കള്ളപ്പണം തിരിച്ചുപിടിച്ചു? ഇതൊക്കെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോടതി മേൽനോട്ടത്തിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ്. ED ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കോടതി തള്ളിക്കളഞ്ഞതാണ്. എത്രയോ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ 6312 കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തത്. 1-2% കേസുകളിൽ മാത്രമാണ് കൺവിക്ഷൻ. എല്ലാ കേസുകളും വെച്ചിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ് സുനിൽ. പക്ഷേ ഈ പറഞ്ഞ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുമ്പോൾ ഒരു പരിമിതി ഉണ്ടെന്നേ. കേന്ദ്ര ഏജൻസി വന്നേ പറ്റൂ എന്നുള്ള സാഹചര്യമുണ്ട്. SIT-ക്ക് അതിനപ്പുറത്തേക്ക് പോകുന്നതിൽ പരിമിതി. എന്തിനാണ് കേസെടുക്കുന്നത്? രാഷ്ട്രീയ നേതാക്കളെ കൊടുക്കാൻ വേണ്ടി മാത്രമാണോ? പരിമിതി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. SIT-ക്ക് പരിമിതി ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്നതിൽ SIT-ക്ക് പരിമിതിയുണ്ട്. അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ED വന്നിരിക്കുന്നത്, നോക്കൂ സുനിൽ, ED വന്നിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ്. ഇതിൽ കള്ളപ്പണം ഇൻവോൾവ് ആണ് എന്ന് പറയുന്ന ദേവസ്വം വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED വന്നിരിക്കുന്നത്. നിലവിൽ നമുക്ക് അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് കേസുകൾ ഉണ്ടാവും. ആ കേസുകളൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ED അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനം ഉണ്ടാകും എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? കോടതിയുടെ മേൽനോട്ടത്തിൽ അപ്പോൾ ഞാൻ പറയുന്നത് 9 പേരെ ഇതുവരെ SIT അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനും നിർദ്ദേശത്തിനും അടിസ്ഥാനത്തിലാണ് SIT-യുടെ ഓരോ നീക്കങ്ങളും ഉണ്ടാകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് കേസെടുത്താൽ ഇതിനപ്പുറം എന്തുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഈ വിഷയത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, SIT-യുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ്. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇനി പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നേരത്തെ ഇടപെടൽ നടത്തി എന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കേസിൽ ശക്തമായ നടപടിക്ക് സർക്കാർ നിർദ്ദേശം നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്, ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത് ഇരട്ടത്താപ്പാണ് എന്ന ശക്തമായ അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതിന്റെ കാരണം ഈ ED-യുടെ കാര്യത്തിൽ അല്ലേ? ഉറപ്പായും. കാരണം ED കേന്ദ്ര ഏജൻസി, കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി വേണം എന്ന് കോൺഗ്രസ് പാർലമെന്റിൽ ആവശ്യപ്പെടുകയാണ്. ഏത് കേന്ദ്ര ഏജൻസി? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിശ്വാസമില്ല എന്ന് ഡൽഹിയിൽ പോയി വാദിക്കുകയും കേരളത്തിൽ വന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ പോയി CBI വിശ്വാസമില്ലെന്ന് പാർലമെന്റിൽ വാദിക്കുകയും കേരളത്തിൽ വന്ന് CBI വരണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോ ഇന്ത്യ മുന്നണി കേരളത്തിന് പുറത്തല്ലേ ഉള്ളൂ, അങ്ങനെയാണെന്ന് കൂട്ടിയാൽ മതി.
ശരി, ഞാൻ സുജയിലേക്ക് പോകുന്നു. സുജയ, അന്വേഷണത്തിൽ വേഗം കൂടും. ഇന്ത്യ മുന്നണി കേരളത്തിന് പുറത്ത് ശരി, സുജയ പറഞ്ഞോളൂ. ശരി, അന്വേഷണത്തിന് വേഗം കൂടുമോ എന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോ എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ, അപ്പോ ജനുവരി 5 ആകുമ്പോഴേക്കും റിപ്പോർട്ട് കൊടുക്കുകയും വേണം. കോടതി ഇത്രയും പറഞ്ഞിട്ട്, അതും ജാമ്യാപേക്ഷയിന്മേൽ ഇത്രയും കാര്യങ്ങൾ എടുത്തു പറയുകയാണ് കോടതി. 5-ാം തീയതിയാണ് ഇടക്കാല റിപ്പോർട്ട് കൊടുക്കാനായി. ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ടത് ജനുവരി 5-നാണ്. അന്വേഷണത്തിനുള്ള സമയപരിധി, നീട്ടിക്കൊടുത്ത സമയപരിധി ജനുവരി 15 ആകുമ്പോൾ തീരുകയും ചെയ്യും. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. 5-ാം തീയതി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 90% ഫിനിഷ് ചെയ്യുകയും വേണം. ഇന്നിപ്പോൾ 20-ാം തീയതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യം 15 ദിവസമേ മുന്നിലുള്ളൂ. ആ 15 ദിവസത്തിനിടയിൽ അവധി ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ക്രിസ്മസിനെ കുറിച്ചും ന്യൂ ഇയറിനെ കുറിച്ചും പറഞ്ഞത് ഈ ആഘോഷങ്ങളൊക്കെ SITക്കും ബാധകമാണല്ലോ. അപ്പോൾ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി എങ്ങനെ തീർക്കും എന്നുള്ളൊരു ടെൻഷൻ സ്വാഭാവികമായും അവർക്കുണ്ടാകാം. പ്രത്യേകിച്ചും ഈ ബിഗ് ഗൺസ് ആരാണ് എന്നുള്ള ജിമ്മി ജെയിംസിന്റെ സംശയം ന്യായമാണ്. അതാരാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ആരാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് നടത്തിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നടത്താൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മറ്റ് കാര്യങ്ങൾ എല്ലാം ആ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു പൊതുവൽക്കരണത്തിലേക്കായിരിക്കും പോവുക. അങ്ങനെയല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, അത് ഈ ബിഗ് ഗൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം, അതുപോലെ തന്നെ തന്ത്രി സംശയ നിഴലിലാണ്. എല്ലാ കാര്യങ്ങളിലേക്കും അന്വേഷണം പോകണം. അതിപ്പോൾ A ആണോ B ആണോ C ആണോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു നീക്കം ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. ഇതിപ്പോൾ SITയെ നിയോഗിച്ച ബെഞ്ച് അല്ല, ഇത് ജാമ്യാപേക്ഷയിന്മേൽ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഇന്നലെ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് EDയുടെ കാര്യത്തിലേക്ക് വരാം. നേരത്തെ EDയുടെ കാര്യം നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുകൊണ്ട് എന്താണ് ED നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യം ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ EDയുടെ നിർദ്ദേശത്തിൽ ED പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജി വിജിലൻസിന് മുന്നിൽ ED കൊടുത്ത അപേക്ഷയാണ്. ആ അപേക്ഷയിന്മേൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ അവരുടെ സത്യവാങ്മൂലത്തിൽ എന്താണ് കണ്ടന്റ്, അതുകൂടി നമ്മൾ പരിശോധിച്ച് തന്നെ പോകണം. അതാണ് ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട ഈ അന്വേഷണത്തിൽ എന്താണ് EDയുടെ റെലവൻസ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സുകൾ, അതൊക്കെയാണ് അവർ എടുത്തിരിക്കുന്ന സോഴ്സസ്. ആ സോഴ്സസ് അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു ചിലരും ചേർന്ന്, ആ മറ്റു ചിലർ എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റു ചിലർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്നും വാതിൽ പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം തട്ടിയെടുത്തു. അത് PMLA ആക്ട് അനുസരിച്ച് ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തിൽപ്പെടുന്ന IPC സെക്ഷൻ 467 പ്രകാരമുള്ള കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പൊതുസേവകർക്കും പങ്കുണ്ട്. പൊതുസേവകർ എന്ന് പറയുന്നത് എന്തായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരല്ലല്ലോ. അപ്പോൾ ഈ ബിഗ് ഗൺസിലേക്കുള്ള ഒരു ഹിന്റ് ED കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൈംബ്രാഞ്ച് അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം അതുകൊണ്ട് തന്നെ ഇതിനകം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്, അല്ലാതെ ബിഗ് ഗൺസിനെ കുറിച്ച് ആരും ഉണ്ടയില്ല വെടിവെക്കുന്നതല്ല. ഈ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീണ്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇനിയിപ്പോൾ EDക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കണ്ടെത്താൻ, കണ്ടുകിട്ടാൻ, PMLA പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ, അതിനൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസിൽ അധികാരമുണ്ട്. അതാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രേഖകളുടെ പകർപ്പിനായിട്ട് എന്ന് മുതൽ തുടങ്ങിയതാണ് ശ്രമമെന്നറിയാമോ? ഒക്ടോബർ 15-ാം തീയതിയാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖകളുടെ പകർപ്പിനായിട്ട് അപേക്ഷ കൊടുത്തത്. അത് കഴിഞ്ഞ് ഈ അപേക്ഷ 2 ദിവസം കഴിയുമ്പോൾ മജിസ്ട്രേറ്റ് കോടതി നിരസിക്കുകയാണ്. അത് കഴിഞ്ഞ് നവംബർ 13-ാം തീയതി ഹൈക്കോടതിയിൽ പോയി ഹർജി കൊടുക്കുന്നു. ആ ഹർജി കൊടുത്തതിന് ശേഷം ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പകർപ്പിനായിട്ട് വിചാരണ കോടതിയെ സമീപിക്കാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് കൊല്ലത്തെ കോടതി ഈ കാര്യങ്ങളിൽ EDക്ക് അനുകൂലമായ, EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിനാധാരമായി ഇപ്പോൾ ഈ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, അതാണല്ലോ ആ അന്വേഷണ റിപ്പോർട്ടാണല്ലോ ഇതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണ് ഈ അന്വേഷണം തുടങ്ങിയതെന്നുള്ളത് അത് ഒക്ടോബർ 9-ാം തീയതി വന്ന ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ക്രമക്കേടുകൾ അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതിങ്ങനെ ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിന്റെ പിന്നാലെ അതിലേക്ക് വഴിതിരിച്ചു വിട്ട് അതൊരു വിവാദമാക്കി യഥാർത്ഥത്തിൽ നടന്ന ഈ ക്രൈമിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം ബോധപൂർവ്വം നടക്കുന്നുണ്ട്. അത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയും സർക്കാരും ചേർന്നാണോ ചെയ്യുന്നത് എന്നതാണ് അറിയേണ്ടത്. എന്താണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം? അതിൽ ഈ രേഖകളിലെ വൈരുദ്ധ്യം സംബന്ധിച്ചുള്ള കാര്യം തന്നെ അത് അന്വേഷിച്ച് തന്നെ പോകണമെന്നേ. അത് ഈ സ്വർണം പൂശിയ ചെമ്പ് തകിടുകളെ വെറും ചെമ്പാക്കി മാറ്റി എഴുതിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഈ 2 ക്വസ്റ്റ്യനും ഇതുവരെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ വന്നിട്ടില്ല. അത് ഈ പറയുന്ന അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ മാത്രമാണ് എന്ന രീതിയിലേക്ക് അങ്ങ് ഒതുക്കാനാണ് നോക്കുന്നത്. ആ ഒതുക്കുന്നതിന് വേണ്ടിയാണോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ പത്മകുമാറിനെ നിർത്തിയിരിക്കുന്നത്? അതാണ് ചോദ്യം. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല, പക്ഷെ പത്മകുമാർ ഈ കുറ്റം ഏൽക്കണം. അങ്ങനെയുള്ള ഒരു ഡീലാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള അറിയാൻ അയ്യപ്പ വിശ്വാസികളായ എല്ലാവർക്കും അവകാശമുണ്ട്. ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അവകാശം
അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം എല്ലാത്തിലേക്കും നടക്കണം. പലയിടങ്ങളിൽ നിന്നായി 989 ഗ്രാം, അതാണല്ലോ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ക്യാപ്സൂളുകളിൽ ഒന്ന് ഈ 989 ഗ്രാം വേർതിരിച്ചെടുത്തു. അതിൽ പുതിയ പ്ലേറ്റിങ്ങിന് വേണ്ടി 404 ഗ്രാം ഉപയോഗിച്ചു. ബാക്കി 474 ഗ്രാം കട്ടികളാക്കി ഇപ്പോൾ കൽപേഷാണ് ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. SITയുടെ അന്വേഷണം അടുത്തതായി എത്തുക കൽപേഷിലേക്കാണ്. അപ്പോൾ കൽപേഷാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയുള്ള ഡയറക്റ്റ് ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ അസോസിയേറ്റ് നിൽക്കുന്ന ആൾ. അപ്പോൾ കൽപേഷിന്റെ അറസ്റ്റിലേക്ക് മാത്രം പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതിൽ ഈ പറയുന്ന സ്വർണത്തിന്റെ ഗ്രാം കണക്കിനുള്ള കണക്ക് മാത്രം പറയുന്നതിനപ്പുറം ആരാണ്, ഹൂ ഗേവ് ദ ഡയറക്ഷൻ, അതാണ് അറിയേണ്ടത്. ആരാണ് ആ നിർദ്ദേശം കൊടുത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി ഇവിടെ ഒരു സ്പോൺസർ എന്നതിനപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടത്തിക്കൊണ്ടുപോകൽ നടത്താൻ, സ്വർണ്ണക്കടത്താണ് അവിടെ നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അയ്യപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ നിന്നുള്ള സാധനങ്ങൾ, അത് എന്ന് പറയുന്നത് വിശ്വാസ പ്രാധാന്യമുള്ള സാധനങ്ങളാണ്. അത് കടത്തിക്കൊണ്ട് പോകുന്നത് എന്തായാലും വെറുതെ സ്വർണ്ണം ഒരുക്കാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? അങ്ങനെ വെറും 50-60 പവൻ സ്വർണ്ണത്തിന് വേണ്ടി മാത്രം നടത്തിയതാണ് ഈ ആക്ടിവിറ്റി എന്നുള്ളത് ആരാണ് വിശ്വസിക്കുക? ഇതല്ലെന്നുണ്ടെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ കൊണ്ട് നടത്തി പൂജ നടത്തിയില്ലായിരുന്നെങ്കിൽ, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ, സാക്ഷാൽ ജയറാം തന്നെ അയ്യപ്പൻ പറയിപ്പിച്ചതായിരിക്കും ജയറാമിനെ കൊണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ മനുഷ്യൻ ഒരു സത്യസന്ധനായതുകൊണ്ട് ഞാൻ പൂജ ചെയ്തു, ഇന്ന സ്ഥലങ്ങളിൽ വെച്ചൊക്കെ പൂജ നടത്തി എന്ന് ജയറാം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതെങ്ങനെയാണ് ഈ വിശ്വാസത്തെ കച്ചവടം ചെയ്തത് എന്നുള്ള കാര്യം പുറത്തു വന്നത്. അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിട്ട് ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ അതിനുള്ള കൃത്യമായിട്ടുള്ള റിട്ടേൺസും കിട്ടിയിട്ടുണ്ടാകണം. ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് ഫയൽ ചെയ്ത ഈ രേഖകളൊക്കെ ചോദിച്ചത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മാത്രമല്ല ഈ കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെ രേഖകളാണോ ഉള്ളത് അതൊന്നും എന്തായാലും മീഡിയയിലേക്ക് വരാൻ പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടെങ്കിൽ നമ്മളത് വെളിയിൽ പറയുന്നതും ശരിയല്ല. അന്വേഷണം നടക്കട്ടെ, അത് വസ്തുനിഷ്ഠമായി തന്നെ അന്വേഷണം നടക്കട്ടെ. ED എടുക്കുന്ന മറ്റ് കേസുകളുടെ അല്ലെങ്കിൽ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുടെയൊക്കെ എത്രത്തോളം ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള കണക്കുകൾക്കപ്പുറം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നേ. ഇതിൽ കൃത്യമായി ബ്ലാക്ക് മണിയുടെ ഡീൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. ഇതിൽ എന്താണ് നടന്നിട്ടുള്ള ഡീൽ എന്നുള്ളതാണ് പുറത്തു വരേണ്ടത്. ആ ഡീൽ പുറത്തു വരുന്നതിന് ഈ ബിഗ് ഗൺസിലേക്ക് അന്വേഷണം പോയേ പറ്റൂ. അത് അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരുള്ളൂ. ED അന്വേഷിക്കേണ്ട കള്ളപ്പണം വെളുപ്പിക്കൽ എന്തായാലും കേരള പോലീസ് അന്വേഷിച്ചാൽ പുറത്തു വരില്ല. അത് അന്വേഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് ED തന്നെ അത് അന്വേഷിക്കണം. അപ്പോൾ ആ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. ED വരുന്നതിന് സമയത്ത് മാത്രമേ ED വരൂ. ഇപ്പൊ ED പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് മുടങ്ങുന്നുണ്ട്. കേരളത്തിലെ കാര്യത്തിൽ ED കുറച്ച് എന്തായാലും ഈ രേഖകളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ഇത്രയും വിറയ്ക്കുന്നത് എന്തിനാ? അന്വേഷണം നടക്കട്ടെ. രേഖ ചോദിച്ചതല്ലേ ഉള്ളൂ. രേഖ കാണുമ്പോഴേ വിറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ തെളിവ് പുറത്തു വരുമ്പോൾ എന്തായിരിക്കും വിറയൽ? തുള്ളൽ പൈ പോലെയാകും. ഞാൻ പറഞ്ഞോട്ടെ. എന്തായാലും ഇപ്പോൾ ഡിസംബർ 20-ാം തീയതിയാണ്. അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ ഒന്നും തെരഞ്ഞെടുപ്പില്ല. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോ മാർച്ച് അവസാനമോ ഏപ്രിലോ ആയിരിക്കും. അപ്പോഴൊന്നും അല്ലല്ലോ ED വന്നത്. അതിന് മുൻപ് തന്നെ ഈ കാര്യത്തിൽ കൃത്രിമം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് എന്തിനാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പേടി വരുന്നത്? എന്തിനാണ്? PR സുനിലിന് പോലും, അതായത് സർക്കാരിന്റെ ഭാഗത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരുന്ന PR സുനിലിന് വരെ ഭയമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ന്യായം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ന്യായം ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും. ശരി, കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ. ശരി, അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. സർക്കാർ പറയുന്ന അല്ലെങ്കിൽ CPIM പറയുന്ന ന്യായങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എന്റെ തോന്നലായിരിക്കാം. ഞാനത് പ്രേക്ഷകർക്ക് വിടുന്നു. എന്തായാലും ഈ കാര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ അതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാവുക തന്നെ വേണം. അന്വേഷണത്തിന് വേഗം കൂട്ടിയില്ലെങ്കിൽ ഇനി അടുത്തത് SITയെ നിയോഗിച്ച ഹൈക്കോടതി ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശകാരമായിരിക്കും. ഇപ്പോൾ ഈ ബെഞ്ചിൽ നിന്ന് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന വേളയിൽ ഉണ്ടായതിനും അപ്പുറത്തേക്കായിരിക്കും പോവുക. കൃത്യമായി തന്നെ കോടതി കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ അന്വേഷണം കൃത്യമായി ആരാണോ ഈ ക്രൈമിന് നിർദ്ദേശിച്ചയാൾ, ആരാണോ ആ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ വ്യക്തിയിലേക്ക് അന്വേഷണം എത്താതെ ഈ അന്വേഷണം അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, വേഗം കൂടുമോ എന്ന ചോദ്യത്തിന് വലിയ വേഗം കൂടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന, അതായത് പ്രതിപ്പട്ടിക്ക് പുറത്തുള്ള 2 അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അറസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഗോവർദ്ധനും, രണ്ടാമത്തത് പങ്കജ് ഭണ്ഡാരിയും. ഈ 2 അറസ്റ്റുകൾക്കപ്പുറം ഇനിയിപ്പോൾ കൽപേഷിൻ്റെ കൂടെ, ഇടനിലക്കാരനായ കൽപേഷിൻ്റെ കൂടെ അറസ്റ്റ് ഉണ്ടാകുമായിരിക്കും. അതല്ലാതെ വലിയ രൂപത്തിൽ ഈ പറയുന്ന ശബരിമലയ്ക്കകത്ത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം SITയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആ സംശയം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു. SITയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. അതുകൊണ്ട് സർക്കാർ ഒരു തരത്തിലും ഇടപെടില്ല എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. പക്ഷേ അത് ആ രൂപത്തിലാണോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, കോടതി പറഞ്ഞിട്ടാണല്ലോ ഹേമ കമ്മിറ്റി രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എത്ര കാലം അത് ഭരണത്ത് വെച്ചു, അത് പുറത്തേക്ക് വിട്ടിട്ടേ ഇല്ല. അതെങ്ങനെയാണ്, ഏത് ഘട്ടത്തിലാണ് പുറത്തു വന്നത്? അപ്പോൾ ഹൈക്കോടതി അതിൽ ഇടപെട്ടിരുന്നു, പുറത്തുവിടാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിലെ അന്വേഷണമായതുകൊണ്ട് ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ഈ പറയുന്ന 2 ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലാണല്ലോ, ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാര്യത്തിലാണല്ലോ കോടതി പറഞ്ഞത്. ഒന്ന് ഈ പറയുന്ന ശങ്കർദാസും, ഒന്ന് വിജയകുമാറും. ഈ ശങ്കർദാസ് എന്ന് പറയുന്ന, ഇപ്പോൾ നല്ല പ്രായമുണ്ട് അദ്ദേഹത്തിന്, ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ അച്ഛനാണ്.
അപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ ഒരു തരത്തിൽ ആ സമ്മർദ്ദം വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കാം. DIG അല്ലേ അദ്ദേഹം? IPS ഉദ്യോഗസ്ഥനാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന് ഒരു ഉറപ്പായിട്ടും ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം, സമ്മർദ്ദം ഉണ്ടാകാം എന്നൊക്കെ സംശയിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തിരുന്നു എന്നുള്ള വാദമൊക്കെയാണ് പറയുന്നത്. മൊഴി എടുത്തിരുന്നു, അദ്ദേഹത്തിന് അൾഷിമേഴ്സ് ഉണ്ട്, പ്രായാധിക്യമുണ്ട്. ഈ പറയുന്ന ജയശ്രീയുടെ കാര്യത്തിലും അല്ലേ ആ ഒരു പ്രശ്നം പറയുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും മൊഴിയെടുക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. മൊഴിയെടുത്താൽ തന്നെ കാര്യമുണ്ടോ, അവരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയിട്ട് കാര്യമുണ്ടോ? പക്ഷേ കോടതി അത് എടുത്തു പറയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലപ്പുറം ഏറ്റവും സംശയകരമായ കാര്യം നോക്കൂ, ഇപ്പോൾ ഈ പങ്കജ് ഭണ്ഡാരിയുടെ ഈ അറസ്റ്റ് എന്ന് നടക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. ഇത് പോറ്റിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വരുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യം തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അവർ പറഞ്ഞത് അവർക്ക് സ്വർണം ഒരുക്കാനുള്ള സംവിധാനമേ ഇല്ലായതാണ്. സ്വർണം ഒരുക്കാൻ സംവിധാനമില്ലാതെ ഇല്ല എന്ന് പറഞ്ഞവർ പിന്നെ അവിടുന്ന് സ്വർണം ഒരുക്കി എന്നുള്ള കാര്യം തന്നെ പിന്നീട് സമ്മതിക്കുകയാണ്. അപ്പോൾ അന്ന് തന്നെ ഈ മൊഴിയിലെ വൈരുദ്ധ്യം, കളവാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ട് ഇന്നേക്ക് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഈ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇതിനിടയ്ക്ക് പങ്കജ് ഭണ്ഡാരിക്ക് തെളിവുകൾ നശിപ്പിക്കാനൊക്കെയുള്ള സമയം കിട്ടുകയില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുന്നു. അടുത്തത് പത്മകുമാറുമായി ബന്ധപ്പെട്ടാണ്. പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം പിന്നെ നീങ്ങിയിരിക്കുന്ന അത്രയും ദിവസത്തെ ഗ്യാപ്പ്, അത് സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദമാണോ? അതാണ് പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്ന്. രാഷ്ട്രീയമായിട്ട് മാത്രം അതിനെ കാണാൻ കഴിയുമോ? കാരണം എന്തുകൊണ്ട് ആ ദിവസങ്ങളിൽ ഒരു കാര്യവും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു നടപടിയിലേക്കും കടക്കാതെ SIT നിന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. എന്നിട്ട് അതിനുശേഷം 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഈ പറയുന്ന പ്രതിപ്പട്ടികളിലെ എല്ലാവരും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു, അറസ്റ്റിലേക്ക് പോകേണ്ട മാത്രം പങ്ക് അവർക്കില്ല എന്ന് മനസ്സിലാക്കി. പങ്കജ് ഭണ്ഡാരി തന്നെ ആദ്യം കൊടുത്ത മൊഴി, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ സ്വർണം വീണ്ടും ഉരുക്കുന്ന പരിപാടിയേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് പൊളിഞ്ഞു. അതാ പറഞ്ഞത്. അത് ആ സമയത്ത്, അതായത് പോറ്റിയുടെ അറസ്റ്റിന്റെ സമയത്ത് തന്നെ നടക്കേണ്ട ഒരു അറസ്റ്റായിരുന്നു. അതിപ്പോൾ ഈ അവസാന നിമിഷം ആ തെളിവുകൾ കിട്ടി എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ അറസ്റ്റും ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ സംശയകരമാണ് എന്നുള്ളത് തന്നെയാണ്. അടുത്തത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം എന്തുകൊണ്ട് പാർട്ടി നടപടി എടുക്കുന്നില്ല, ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു എന്നുള്ളത് ചില കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാനാണോ എന്ന് സംശയിക്കാം. അപ്പോൾ അതിന് മുകളിലേക്ക് പോകാതിരിക്കാനാണോ? ചില പേരുകൾ പറയും. ഇപ്പോൾ ദൈവതുല്യരായി നമ്മളൊക്കെ കാണുന്ന ആൾ എന്ന് പറയുന്നത് ഈ പറയുന്ന തന്ത്രിയാണെന്നൊക്കെയുള്ള വ്യാഖ്യാനമാണ്. തന്ത്രിയാണോ അതോ പാർട്ടി തന്നെ ഉദ്ദേശിക്കുന്ന, അല്ലെ പാർട്ടിക്കകത്ത് ദൈവതുല്യനായി കാണുന്ന ആൾ എന്നൊരു പേരാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ്, സ്വർണം പൂശിയായി തനിക്ക് അറിയില്ല എന്ന് പത്മകുമാർ പറഞ്ഞ ബൈച്ചൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് തന്നെ ഹൈക്കോടതിയിൽ പോയതിൻ്റെ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. ഇത് സ്വർണം പൂശിയത്, അതായത് 98-ൽ പൂശിയതിൻ്റെ കാര്യങ്ങൾ, 98-ൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ രേഖ കോടതി ഉത്തരവിലുണ്ട്. അതായത് 98-ൽ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലുകളും സ്വർണം പൊതിയതിന് അനുമതി ചോദിച്ചുകൊണ്ട് അന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി സമീപിച്ചിരുന്നു. അതായത് സ്വർണം പൊതിയാൻ അനുമതി തേടി സമീപിച്ചിരുന്നു. അന്ന് ജസ്റ്റിസ് D. ശ്രീദേവി, ജസ്റ്റിസ് AR ലക്ഷ്മൺ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആ ഹർജി പരിഗണിച്ച് അനുമതി നൽകുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാതിലും കട്ടിളപ്പാണിയും സ്വർണം പൊതിഞ്ഞ് പൂർത്തിയാക്കി വിവരം ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഈ കേസ് ഉണ്ടാകുമ്പോൾ സ്വർണ്ണമാണോ അത് ചെമ്പല്ലേ എന്ന്, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലും ഇപ്പോഴും വാസു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് സ്വർണം തെളിവില്ല എന്നാണ് പറയുന്നത്. കുമാറിനെ ഉദ്യോഗസ്ഥ ശ്രേണിയിൽ മാത്രം പെടുത്തരുത്. ശബരിമല ക്ഷേത്രവുമായി അദ്ദേഹത്തിനുള്ള അടുത്ത ബന്ധം, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള അടുത്ത ബന്ധം, ഈ കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. അതെ, അതാണ് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതിനകത്തെ ചടങ്ങ്, അതിനകത്ത് ഇതൊക്കെ ഭാഗത്ത് സ്വർണ്ണമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ മാത്രമല്ല 98-ൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ശേഷം വിജയമല്യയുടെയും UB ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് കൊടുത്ത കത്തും പുറത്തുണ്ട്. അപ്പോൾ ഇത്രയും തെളിവുകൾ കോടതിക്ക് മുമ്പാകെയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഹൈക്കോടതിയിൽ 2 ബെഞ്ചുകളാണല്ലോ. ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിച്ചത് ദേവസ്വം ബോർഡ് ബെഞ്ചല്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് ബെഞ്ചിന് മുന്നിൽ എത്തിയിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് സീൽ വെച്ച കവറിലാണ്. ആ രേഖകളിലെ ചില വിവരങ്ങൾ മാത്രം കോടതി പുറത്തേക്ക് തരുന്നു. അതിനപ്പുറമുള്ള കാര്യങ്ങൾ കോടതിയിലുണ്ട്. അപ്പോൾ SIT കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി അവിടെ കൊടുത്തു കഴിഞ്ഞോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇനിയുള്ള വേഗം കൂടൽ എനിക്ക് തോന്നുന്നു കൽപേഷിലൊക്കെ പോയി, അതായത് രാജ്യാന്തര ബന്ധം, അതായത് പുറത്തേക്കുള്ള ഈ പറയുന്ന വമ്പൻ സ്രാവ് എന്ന് പറഞ്ഞാൽ ഈ 2 പേരാണ് വമ്പൻ സ്രാവ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവർ ഈ പറയുന്ന അപ്പോഴും ഈ 39 ദിവസം എടുത്ത് ചെന്നൈയിൽ എത്തിയതിന്റെ വഴി വിശദീകരിക്കും. അതെ, അത് വിശദീകരിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് പറഞ്ഞത്. അവിടെയാണ് മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ സംശയിക്കുന്നത്. അവിടെയാണ് പത്മകുമാറിനെ പാർട്ടി ഇപ്പോഴും നിലനിർത്തുന്നു എന്നതിൻ്റെ സംശയം വരുന്നത്. അപ്പോൾ ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ വലിയ വേഗം കൂടാൻ സാധ്യതയില്ല. ഇപ്പോൾ പറയുന്ന ഈ SITയുടെ ഭാഗം എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ലെങ്കിലും കേസുമായി തന്നെ കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന പാരഡിയുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കാൻ ആവശ്യപ്പെട്ടതും സർക്കാർ, കേസ് എടുക്കണ്ട, അതിന് മുന്നോട്ട് പോകണ്ട എന്നാവശ്യപ്പെട്ടതും സർക്കാരാണ്.
ഇത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല ചെയ്തിരിക്കുന്നത്, അതിൽ വേഗം നടപടിയെടുത്ത് അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അത് ആരൊക്കെ സംരക്ഷിക്കാനാണ് എന്നുള്ളത് നേരത്തെ നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുത്ത ആളുകൾ പറയുന്ന പോലെ അയ്യപ്പൻ കനിഞ്ഞാൽ കള്ളങ്ങൾ മുഴുവൻ പുറത്തു വരും, അയ്യപ്പൻ അത് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വാസികൾ കരുതുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം. എന്തായാലും വലിയ വേഗം കൂടുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അന്വേഷണത്തിൽ വേഗം കൂടുമോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.